ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വയനാടൻ ബീഫ് വരട്ടിയത് വളരെ പ്രശസ്തമാണല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ കപ്പലൊടിക്കാൻ വെള്ളം വരുന്നില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു വയനാടൻ സ്റ്റൈലിൽ ബീഫ് വരട്ടിയെടുക്കാം എന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എല്ല്, അതുപോലെ കുറച്ച് നെയ്യ്, കുറച്ച് നല്ല പീസ്, അങ്ങനെയൊക്കെയുള്ളൊരു ബീഫാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പീസാണ്. അങ്ങനത്തെ ബീഫ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ബീഫ് വരട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോള, പിന്നെ ഒരു വലിയ ഉണ്ട് വെളുത്തുള്ളി. വലിയ സവോള ആണെങ്കിൽ 1 ചേർത്താൽ മതി. വെളുത്തുള്ളി നമ്മളിതിലേക്ക് ജസ്റ്റ് ആ തൊലി കളഞ്ഞ് മാത്രം ചേർത്താൽ മതി, ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിനൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലോ അല്ലെങ്കിൽ നോർമലി ഒരു പാനിലോ ഒക്കെ ഇട്ടിട്ട് വേവിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് കുക്കറിൽ ഇട്ടിട്ടാണ്, അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. പക്ഷേ ഒരു മൺചട്ടിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്ത് വറ്റിക്കുകയാണെങ്കിൽ, നമ്മൾ വേവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണം. അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഗരം മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇഞ്ചിയോ പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബീഫ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു. ബൈ.